അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം നമ്മൾ കണ്ടു. അല്ലാഹു ഇബ്രാഹീമിനെ ഖലീൽ ആയി എടുത്തിരിക്കുന്നു. ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം വലിയ മഹാനായിരുന്നു, ഒരുപാട് ഗുണങ്ങളുള്ള മനുഷ്യനായിരുന്നു, അബുൽ അംബിയ ആയിരുന്നു. അതിനുശേഷം വന്ന പ്രവാചകന്മാരെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അതല്ലാതെ വേറെ രാജ്യത്ത്, വേറെ ലോകത്ത് ഒരു പ്രവാചകനും വന്നിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ലൂത്ത് അലൈഹിസ്സലാം ബന്ധുവായിരുന്നു, കസിനായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സകല പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അത്ര വലിയ ആദരവാണ് അള്ളാഹു ഖലീലിന് കൊടുത്തത്. അപ്പോൾ അബുൽ അംബിയ ആണ്, നമ്മുടെ റസൂലിൻ്റെ വാപ്പായാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയാറില്ലായിരുന്നു, ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ പറയാറില്ലായിരുന്നു, ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു പറയാറ്. ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു സ്വയം തന്നെ, കാന ഉമ്മ. അപ്പോൾ ആൾ മാത്രം ഒരു വലിയ സമുദായം ചെയ്യുന്ന, അല്ലെങ്കിൽ 1,00,000 ആളുകൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പുണ്യപ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതായത് തഖ്വ കൂടുതലുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിലപ്പോൾ 1,00,000 നിസ്കാരത്തിന് തുല്യമായിരിക്കും, അങ്ങനെയായിരിക്കും അള്ളാഹുകാരം. അതുപോലെ പല കാര്യങ്ങളും. ഏതായാലും ഒരു സമുദായത്തിന് തുല്യമായ പുണ്യപ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്വയം ഒരു ഉമ്മത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് അള്ളാഹുവിനെ കൂട്ടുകാരനായി കിട്ടിയതുകൊണ്ട് പിന്നെ ഭൂമിയിൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഹിജ്റ ആയിരുന്നു. ഇറാഖിൽ അദ്ദേഹം ജനിച്ചത്. അവിടുന്ന് അദ്ദേഹം ഹറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, അവിടുന്ന് അദ്ദേഹം ഈജിപ്തിൽ പോയി, അവിടുന്ന് അദ്ദേഹം മക്കയിൽ ഒരുപാട് പ്രാവശ്യം വന്നു. പല രാജ്യങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ പോയി. ബാക്കി രാജ്യങ്ങളുടെ പേരുകളൊക്കെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും കൃത്യമായി പറയുന്നുണ്ട്. അവർ ആ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ഇറാഖ് ആക്രമണം നടത്തുന്നതും ഇറാൻ ആക്രമണം നടത്തുന്നതും. വിശ്വാസ പ്രമാണങ്ങളനുസരിച്ചിട്ട് മക്കയിൽ അദ്ദേഹം വന്നതായിട്ട് അവർക്ക് അറിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് തോന്നുന്നു അവർ നമ്മുടെ അഞ്ചത്തേക്ക് ഇങ്ങോട്ട് കയറാത്തത്. ബാക്കി എല്ലാ സ്ഥലത്തും അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ അവർക്ക് വേണം. അതാണ് അവരുടെ ഒരു അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഹിജ്റ അല്ലെങ്കിൽ യാത്രയിലായിരുന്ന ഒരു പ്രവാചകൻ, ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ പറ്റാത്തൊരു പ്രവാചകൻ. അത്യാവശ്യം വലിപ്പമുള്ള സമുദായവും സമൂഹവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ. പക്ഷേ എന്നും ഓട്ടമായിരുന്നു. അള്ളാഹുവിനെ മാത്രം കൂട്ടുകാരനായി സ്വീകരിച്ച പ്രവാചകൻ. അവരോടൊക്കെ ഒപ്പം നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ. ഇബ്രാഹിം അവ്വാഹ് ആയിരുന്നു, അതായത് അള്ളാഹുവിലേക്ക് എപ്പോഴും വിധേയത്വത്തോടുകൂടി അല്ലെങ്കിൽ വിനീതത്വത്തോടുകൂടി തിരിച്ചു പോകുന്ന ആൾ. അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുന്നവൻ, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവൻ. അതിന് അവർ ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നതെന്ന് പറയുന്ന ഒരു ഒട്ടക കുഞ്ഞിനെയാണ്. അത് പാല് കുടിക്കും, അതിൻ്റെ ഒട്ടകത്തിൻ്റെ തള്ളയുടെ അടുത്തുനിന്ന്. അത് കഴിഞ്ഞ് അതിക്കടെ ചുറ്റി ഓടിച്ചാടി കളിക്കാൻ പോകും, പിന്നെയും തിരിച്ചു വന്ന് പാല് കുടിക്കുകയോ അല്ലെങ്കിൽ പാല് കുടിക്കുന്ന പോലെ കാടിക്കുകയൊക്കെ ചെയ്യും. ഐഡൻറ്റി ഇടിക്കുക, ചപ്പുക, എന്നിട്ട് പിന്നെ ഓടി കളിക്കാൻ പോകും. അതായത് എപ്പോഴും തിരിച്ചു വരുന്നതിനെയാണ് അവ്വാഹ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായി പറയുന്ന ഒട്ടക കുഞ്ഞിനെയാണ്. നമുക്ക് അത് അറിയില്ല, അതിന് നമുക്ക് പശുക്കിടാവ് എന്ന് വിളിക്കാം. പശുക്കിടാവ് ഇതുപോലെയാണ്. ആ പശു അവിടെ നിൽക്കുന്നുണ്ടാവും, പുല്ലൊക്കെ ചവച്ചുകൊണ്ട്. കിടാവ് ഒന്ന് പാല് കുടിക്കുകയോ അല്ലെങ്കിൽ പാല് കുടിക്കുന്ന പോലെ കാണിക്കും, ഓടിക്കളിക്കും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരും. ഇത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ അതിനെയാണ് അവ്വാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിലേക്ക് എപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടെ തിരിച്ചു പോകുന്ന ആൾ. നമ്മളും അങ്ങനെ ആവട്ടെ, ആമീൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, നമ്മൾ കണ്ടു. ഹാജറ അലൈഹി ഇസ്ലാം ആയിരുന്നു യഥാർത്ഥ ഭാര്യ. അത് അദ്ദേഹത്തിൽ 2 പേര് മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഈ തീയിൽ ചാടലും നമ്രൂദിനെ തോപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൽ 2 പേര് മാത്രമേ വിശ്വസിച്ചുള്ളൂ, ലൂത്ത് അലൈഹി ഇസ്ലാമും ഹാജറ അലൈഹി ഇസ്ലാം. അപ്പോൾ മിക്കവാറും ആ നാട്ടുകാരി ആയിരിക്കാനാണ് സാധ്യത. ഇവർ 3 പേരും നാട് വിട്ടു പോകുന്നു. ഇനി കാരണം രാജാവിൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്രൂദ് അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടത് എന്നാണ് വലിയ പണ്ഡിതാഭിപ്രായം. അത് ഇമാമിങ്ങളുടെ അഭിപ്രായമൊക്കെ അനുസരിച്ചിട്ട് നമ്രൂദ് ലോകം മുഴുവൻ ഭരിച്ച 2 അമുസ്ലിം രാജാക്കന്മാരിൽ ഒരാളാണ്. അതായത് ഫിർഔനും നമ്രൂദും ലോകം മുഴുവൻ അടക്കി ഭരിച്ച അമുസ്ലിം രാജാക്കന്മാരാണ്. അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമും ദുൽഖർനൈൻ അലൈഹി ഇസ്ലാമും 2 മുസ്ലിം രാജാക്കന്മാരാണ്, ലോകം മുഴുവൻ അടക്കി ഭരിച്ചവരാണ്. ദുൽഖർനൈൻ എന്നൊക്കെ പറയുന്നത് ചരിത്രാതീത കാലമാണ്. നമുക്കൊന്നും ഒരു തെളിവ് പോലും ബാക്കിയില്ലാത്തൊരു കാലം. അങ്ങനെ ഒരാളെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കഥയായി മാറിയത്. അപ്പോൾ ഈ നമ്രൂദിൻ്റെ കീഴിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു രാജാവ് ഉണ്ടാകുന്നതായിരിക്കും മനുഷ്യരുണ്ടെങ്കിൽ. അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒക്കെ വേറെ രാജാക്കന്മാരുണ്ടോ? അവിടെ ചിലപ്പോൾ 100 കണക്കിന് രാജാക്കന്മാരുണ്ടോ? നമുക്കറിയില്ല. കുറച്ച് കാലം ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള കാലഘട്ടം തന്നെ നോക്കിയാൽ കോഴിക്കോട് സാമൂതിരി ഉണ്ട്, ചെറിയ ചെറിയ നാടുവാഴികൾ ഉണ്ടായിരുന്നു, അതുപോലെ തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, അതുപോലെ കൊച്ചി രാജവംശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ കേരളത്തിൽ, ഇച്ചിരി പോകുന്ന കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി രാജ്യങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ലോകത്തുള്ള സകല രാജാക്കന്മാരും
അയാൾ ഭരിക്കുകയാണ്. അവിടുത്തെ അമ്പലത്തിലുള്ള സകല പ്രതിമകളെയും വെട്ടിപ്പൊളിക്കുകയും മഴു വലിയ പ്രതിമയുടെ തോളിൽ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ഇയാളെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ആളെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു, ആളെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഹരിക്കൂ, കരിച്ചു കളയുക, അത് തീയിലിട്ട് കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ തീക്കുണ്ടാരുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് മോളിൽ കൂടെ പറന്നു പോകുന്ന പക്ഷിയൊക്കെ ചത്തു വീഴുമായിരുന്നു. അതായത് അവിടെ നിന്ന് വെന്ത് ഫ്രൈ ആയിട്ട് താഴേക്ക് വീഴുമായിരുന്നു. ആ പരുവത്തിലുള്ള തീയാണ്, അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ആളെ തീയിലിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു മഞ്ജരീഖ്, അതായത് നമ്മൾ ഈ കവണ എന്നൊക്കെ പറയുന്ന വലിയ പണ്ട് കാലത്ത് ഈ പീരങ്കിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വലിയ കല്ലുകൾ എറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധ ഉപകരണമാണത്. ചവണ അല്ലെങ്കിൽ കാറ്റപ്പോൾട്ട് എന്നൊക്കെ പറയും അതിനെ. അപ്പോൾ ഇബ്ലീസ് ഐഡിയ കൊടുക്കുന്നത്, കാരണം അവർക്കൊരു ഐഡിയ ഇല്ലാതെ പോയി. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അതിൽ കയറ്റി വെച്ചിട്ട് അതിലേക്ക് എറിയും തീയിലേക്ക്. തീയിൽ വീണ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജീവിതകാലം മുഴുവൻ പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനസ്സമാധാനമുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത് ആ തീയിൽ ഇരുന്ന സമയമാണെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. കാരണം അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും സഹായം വേണോ. അപ്പോൾ അത് കേട്ടപ്പോഴേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, കാരണം ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്, നമ്മളത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹുവിൻ്റെ ഉത്തരവ് വന്നിട്ടില്ല. ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തം വകുപ്പിൽ തരാം എന്നാണ് പറയുന്നത്. നിൻ്റെ സഹായമൊന്നും വേണ്ട, കാരണം നിൻ്റെ സഹായം ഒന്നും അല്ല, അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് നടക്കില്ല. ജിബ്രീൽ വിചാരിച്ചാൽ പോലും നടക്കില്ല. ജിബ്രീൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ സൃഷ്ടി, ഏറ്റവും ശക്തനായ സൃഷ്ടി. അള്ളാഹു തന്നെ പറയാണ് ഭയങ്കര ശക്തനാണെന്ന്. അൽ അമീൻ അൽ ഖുവ്വ, ഭയങ്കര ശക്തിയുള്ള വിശ്വസ്തനായ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ. അതിലും വലിയ ശക്തിയുള്ള സൃഷ്ടി ഇല്ല എന്ന് നമുക്ക് ഊഹിക്കാൻ, കാരണം ഖുർആനിൽ തന്നെ അത് പറയുന്നു. അള്ളാഹു അതിനെപ്പോലും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് അറിയാവുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത് നിൻ്റെ സഹായം എനിക്ക് വേണ്ട, ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അള്ളാഹ് മതി, അള്ളാഹുവിൽ ഞാൻ വക്കാലത്തലിയും ഭാരം ഏൽപ്പിക്കുന്നു. എൻ്റെ കാര്യം വേറെ ആരും ഏൽക്കേണ്ട കാര്യമില്ല, ഏറ്റാലും നടക്കൂല, ഈ ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ, ഹസ്ബി അല്ലാഹ് എന്ന് പറയുകയും അള്ളാഹു അപ്പോഴേക്കും തീയോട് ഉത്തരവിറക്കുന്നു, ഖുൽ യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. അത് നമ്മളെല്ലാം അറിയാവുന്നതാണ്. കൈപൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ മേത്ത് പൊള്ളൽ വരുമ്പോൾ നമ്മൾ ഊതാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീയേ നീ തണുപ്പായി മാറുക, ബർദൻ വസലാമൻ രക്ഷയുമായി മാറുക. അപ്പോൾ പണ്ഡിതന്മാർ പറയാം ബർദൻ എന്ന് പറഞ്ഞെങ്ങാനും നിർത്തിയായിരുന്നു ഈ അവിടെ ഐസ് കട്ടയായി തണുത്ത് പോയേനെ. തണുപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. തീയേ നീ തണുപ്പായി മാറുക എന്ന് പറഞ്ഞാൽ തണുപ്പായി മാറി ഇബ്രാഹിം അലൈഹി സ്വലാം തണുത്ത് മരവിച്ചു പോയേനെ എന്ന് പറയുന്നു. അതിന് ഇപ്പോൾ തന്നെ അള്ളാഹു പറയുക വസലാമൻ രക്ഷയുമായി മാറുക, അപ്പോൾ അതായത് പാകത്തിന് തണുപ്പ് എന്ന് കൃത്യമായി അവിടുന്ന് ഉത്തരവിറങ്ങി. തീ അതുപോലെ പ്രവർത്തിച്ചു. തീ സാധാരണ രീതിയിൽ തീ എന്ന് പറഞ്ഞാൽ ചൂട് പൊള്ളുക, ഇതൊക്കെയാണ് കത്തിക്കുക. അതൊക്കെ മാറി, തീയുടെ സ്വഭാവം തന്നെ മാറി. അദ്ദേഹത്തിന് കെട്ടിയിരുന്ന കയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അത് കത്തിപ്പോയി എന്ന് പറയുന്നു. ഒരു പക്ഷേ ശരിയായിരിക്കാം, അല്ലായിരിക്കാം, അള്ളാഹു ആയാലും. അത് കഴിഞ്ഞ് തീയൊക്കെ കേട്ടടങ്ങിയപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു. ഉടുത്തിരുന്ന തുണി പോലും കത്തിപ്പോയില്ല, കൂളായിട്ട് പുറത്തേക്ക് വന്നു. പുറത്ത് വന്നു കഴിയുമ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ പ്രശ്നമായി. ഇത് വലിയ പാടാണ്, ഇയാൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫസാദ് പ്രശ്നം ഉണ്ടാവും. ഇയാൾ എന്തോ ഔലിയായാണ് അല്ലെങ്കിൽ എന്തോ ജിന്ന് സേവ ചാത്തൻ സേവ. കാരണം പ്രവാചകന്മാരെ എല്ലാവരും ഏത് നാട്ടുകാരും വിളിച്ചിരുന്നത് ഭ്രാന്തൻ, ഞങ്ങളുടെ ദൈവങ്ങളാൽ ഭ്രാന്ത് പിടിപ്പിക്കപ്പെട്ടവൻ, മന്ത്രവാദി, സാഹിർ, ഗദ്ദാബ്, നുണയൻ, അങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരെയും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമ്മുടെ ആളുകൾ വഴിതെറ്റിപ്പോവും. ഇത്രയും കഴിവല്ലേ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ നിർത്തി ശരിയാവില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഈ സംഭവം നമ്രൂദ് അറിയുന്നു, അതായത് ലോക രാജാവ്, അന്നത്തെ ചക്രവർത്തി. അയാൾ അറിയുന്നു, അയാൾ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. അയാൾ പറയുന്നു ആനയാണ് ചൈനയാണ്, ഞാനാണ് ലോകം നടത്തുന്നത്, ഞാനാണ് ഇവിടുത്തെ റബ്ബ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം പറയും അല്ല, എൻ്റെ റബ്ബാണ്, ജീവൻ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അയാൾ ജയിലിൽ കിടന്ന രണ്ടുപേരെ വിളിച്ചിട്ട് തൂക്കിക്കൊല്ലാൻ ചേർന്ന ആളെ വെറുതെ വിടുകയും വെറുതെ നിസ്സാര കേസിന് ജയിലിൽ കിടന്ന ആളെ തലവെട്ടി കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് പറയും ഇതേ കണ്ടോ, ഞാൻ ജീവൻ എടുത്തു, ജീവൻ കൊടുത്തു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം പറയും ഇത്ര തറ പരിപാടി അല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിൽ വിചാരിക്കും, പറയില്ല. പകരം ഇബ്രാഹിം അലൈഹി സ്വലാം ആ ഒരു വാദം തന്നെ അങ്ങ് വിട്ടിട്ട് നേരെ പറയും എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, നീ ആ സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്കാൻ പറയും. അതോടുകൂടി അവൻ തോറ്റ് തുന്നംപടി. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ ഹറാനിലേക്ക് പോകുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഖിയാമത്ത് നാളിൽ തിരക്ക് പിടിച്ച് പോകുന്നതിനെ പറ്റി പറയുന്നു യസിഫൂൻ, അതായത് എല്ലാവരും തിരക്ക് പിടിച്ചായിരിക്കും. അത് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പറയും എല്ലാവരും കൂടി വരിക എന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പോൾ എല്ലാവരും ആ ഒരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടും. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ് അന്ന്, ഭയങ്കര തിരക്കുള്ള ദിവസം. ഖിയാമത്ത് നാളിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഖിയാം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരൊക്കെ മദ്രസയിൽ പിള്ളേരെ പറയാറുണ്ട് കും ഇജ്ലിസ് ഹമാം ഷിമാൽ എന്നൊക്കെ പറയാം. അത് എഴുന്നേറ്റ് കും ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക,
അമാം എന്ന് പറഞ്ഞാൽ വലത്തേക്ക് തിരിയുക, ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് തിരിയുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്, നമുക്ക് മനസ്സിലായില്ലെങ്കിലും. എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, അതായത് ഖിയാം, രാത്രിയിൽ നിൽക്കുക എന്നാണ് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ. രാത്രി നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തറാവീഹ്, വിത്തർ, തഹജ്ജുദ് അതിൻ്റെ കിതാബുകളിൽ കണ്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഖിയാം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ നിൽപ്പിൻ്റെ ദിവസം എന്നാണ്. 50,000 കൊല്ലം നീളമുള്ള ഒറ്റ ദിവസം, ഒറ്റ നിപ്പാണ്. ഇരിക്കാൻ കസേരയൊന്നുമില്ല, പന്തലും ഒന്നുമില്ല. സൂര്യൻ്റെ താഴെ നമ്മൾ നിൽക്കുന്നു. സൂര്യൻ 1 മൈൽ ദൂരത്തിലാണെന്ന് പറയുന്നു. അന്നത്തെ അറബികളുടെ കണക്കനുസരിച്ച് മൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മീൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണെഴുതുന്ന സുറുമക്കോല്, അതായത് ഒരു ചാൺ അല്ലെങ്കിൽ ഒരടിന്ന് കൂട്ടിക്കോ, അതാവാം. അതല്ലെങ്കിൽ അന്ന് മൈൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മീൽ എന്ന് പറഞ്ഞാൽ ഒരു മൈൽ തന്നെയാണ്, അതായത് 1.6 കിലോമീറ്റർ. ഇതിലേതെങ്കിലും ദൂരത്തിൽ സൂര്യൻ നമ്മുടെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. അല്ലാഹു എന്തായിരിക്കും അവസ്ഥ നമുക്കറിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സൂര്യൻ ഈ പറയുന്ന പോലെ 25,000 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 50,000 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം പറയുന്ന അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം അത്ര ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അത്ര അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കരിഞ്ഞല്ല, പുകഞ്ഞു പോകും, ഇല്ലാതെയായി പോകും. അപ്പോൾ ഇതൊക്കെ നുണയാണോ എന്ന് നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രം പറയുന്നത് പകുതിയും തെറ്റാവാൻ സാധ്യതയുണ്ട്. അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നമ്മളൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പലതും പറഞ്ഞുണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഭാഗമാവാനാണ് സാധ്യത. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് അതിഥികൾ വരുന്നു, 3-4 ആളുകൾ. അത് ശരിക്കും മലക്കുകളായിരുന്നു. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മനസ്സിലാവുന്നില്ല. യാത്രക്കാരാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഓടിച്ചെന്ന് ഒരു പശുക്കിടാവിനെ അറുത്ത് പൊരിച്ച് വേവിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്നു. പക്ഷേ അവരത് തൊടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അന്നത്തെ നാട്ടുനടപ്പൊക്കെ അനുസരിച്ചിട്ട് ചീത്ത സംഭവം നടക്കാൻ പോകുന്ന വീട്ടിൽ ചെന്നാൽ അവിടുന്ന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഹിന്ദുക്കൾക്കൊക്കെ ആ ഒരു മന്ത്രവാദികളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ ചിത്രത്താഴ് സിനിമയിൽ പോലും കണ്ടിട്ടുണ്ടാവും. തിലകൻ വരുമ്പോൾ അവിടുന്ന് വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ ചിങ്കിടികളെ പറഞ്ഞു വിടുന്നത്. അതായത് അവിടെ എന്തോ മാരകമായ കാര്യം സംഭവിക്കാൻ പോകുന്ന വീടാണെന്ന്, വെള്ളം പോലും കുടിക്കരുത് എന്ന് പറഞ്ഞ് വിടുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു വിശ്വാസം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിലോ അല്ലെങ്കിൽ ഈ വീട്ടിലോ അതിഭയങ്കരമായ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ഇവർ ഈ നാട്ടിലുള്ളവരെ കൊല്ലാമെന്നാണ്, ഈ വീട്ടിലുള്ളവരെ കൊല്ലാമെന്നാണ്. അതല്ലെങ്കിൽ ഇവർ മലക്കുകളാണ്, ഈ നാട് നശിപ്പിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഭയങ്കര പേടിയായി. അത് നമ്മൾ കണ്ടതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പേടിക്കുന്നു. അവർ പറയുന്നു പേടിക്കണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല, വേറെ സ്ഥലത്തേക്ക് വന്നതാണെന്ന് പറയുന്നു. അതായത് ലൂത്തിൻ്റെ ആളുകളിലേക്ക്. അപ്പോൾ അദ്ദേഹം പറയിക്കോ അവിടെ വേണ്ട, എൻ്റെ സഹോദരൻ ലൂത്തും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്, അവരെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പോൾ അത് വിട്ടേക്ക്, അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്ന കാര്യമാണ്. അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതിലിനി മാറ്റം വരാൻ പോകുന്നില്ല. അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇസ്ഹാഖ് നബിയുടെ ജനനം സന്തോഷ വാർത്ത അറിയിക്കുന്നു. സാറാ അലൈഹി ഇസ്ലാം ചിരിക്കുന്നു. അത്ഭുതം തോന്നുന്നു, എനിക്കിനി കുട്ടി ഉണ്ടാവാനോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്ര വയസ്സായ ഉമ്മയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഭയങ്കര വയസ്സായിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അതൊന്നും സംശയമൊന്നുമില്ല, അത് അള്ളാഹ് പറഞ്ഞാൽ നടക്കുന്നുള്ള ആൾക്ക് നല്ല വിശ്വാസമുണ്ട്. സാറാ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ കഴിവിൽ തൃപ്തിക്കുറവ് അല്ലെങ്കിൽ ഉറപ്പ് കുറവായിട്ടല്ല, അത്ഭുതം കൊണ്ട് ചോദിച്ചതാണ്. അവർ മുഖത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നു, ചിരിച്ചു, എന്നിട്ട് സന്തോഷ വാർത്ത അറിയിച്ച് അവർ പോകുന്നു. പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ നീ എങ്ങനെയാണ് മരിച്ചതിനെ ജീവിപ്പിക്കുന്നതെന്ന് എന്നെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കണം, എന്താ നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്, വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലത് ഹക്കുൽ യഖീൻ, ഐനുൽ യഖീൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒന്നുകൂടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതായത് നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സത്യാന്വേഷണം, അതല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഖുർആനിൽ തുടർന്നു ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി, അദ്ദേഹം സത്യസന്ധനായിരുന്നു, അദ്ദേഹം വാക്ക് പാലിക്കുന്നവനായിരുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ കണ്ടു, മക്കയിൽ വളർന്നു. ഹജറ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഇബ്രാഹിം ഇസ്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതായിരുന്നു. അവിടെ അപ്പോൾ ജുർഹും എന്ന് പറയുന്ന അറബ് ഗോത്രങ്ങൾ വന്ന് താമസം തുടങ്ങി. അവർ വളർത്തി, അറബി പഠിപ്പിച്ചു, അവരുടെ ഒരു മോളെ കെട്ടിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വരുന്നു, മോളെ വിവാഹമോചനം ചെയ്യാൻ പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു, അപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കഅബ പണിയുന്നു. ഇതിനിടയിൽ ചെറുപ്പത്തിൽ ഒരിക്കൽ ഇറക്കാൻ കൊണ്ടുപോകുന്നു. ആ പോകുന്ന വഴിക്കൊക്കെയാണ് ഇബ്ലീസ് വന്നിട്ട് തടയുന്നത്. നിങ്ങൾക്ക് വട്ടാണോ മോനെ ഇറക്കാൻ പറയുന്നത്, ഇതൊരു സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ നോക്കുന്നു. അവിടെയൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇബ്ലീസിനെ കല്ലെറിഞ്ഞിരുന്നു. അതൊക്കെയാണ് ജംറകൾ, കല്ലെറിയുന്ന സ്ഥലങ്ങൾ.
നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ ആ ഒരൊറ്റ കുടുംബത്തിൻ്റെ കാൽപാദങ്ങളിലൂടെയാണ് പോകുന്നത്, കാലടികളിലൂടെയാണ് പോകുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നാണ് ജംറ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആചാരങ്ങളാണ് ഹജ്ജ്. മഖാം ഇബ്രാഹിം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം അവിടെ കാണിച്ച പല കാര്യങ്ങളുമാണ് നമ്മുടെ ആചാരങ്ങളുടെ ഭാഗങ്ങൾ. പ്രധാനമായും ഹാജറ അലൈഹി ഇസ്ലാം സഫാ മർവയുടെ ഇടയിൽ ഓടിയതാണ് സഅയ്. അങ്ങനെ ആ ഒരു കുടുംബത്തിൻ്റെ കാലടികൾ പിന്തുടരുന്ന ലോകാവസാനം വരെയുള്ള കാൽപ്പാടുകൾ പതിപ്പിച്ച ഒരു ആചാരക്രമമാണ് ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ട് അറവ് നടത്തുന്നത് ഉലുഹിയ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആചാരമാണ്. അതായത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കൊച്ചിനെ മാറ്റിയിട്ട് ആടിന് വെച്ചു കൊടുക്കുന്നു. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ കഥയിലേക്ക് പോകുന്നു. അവിടെ അൽ ഫാഹിഷ, അതായത് മനസ്സിൽ തോന്നുന്ന എന്താണോ അത് ചെയ്യുക, അതായത് തിന്മ, വൻപാപങ്ങൾ, ലൈംഗിക അരാജകത്വം, പിന്നെ ആണും തമ്മിൽ കല്യാണം കഴിക്കുക, പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക, അതൊക്കെ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ വന്നു തുടങ്ങി. പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായിട്ടായിരുന്നു ഇത് ചെയ്തത്. അപ്പോൾ അവർക്ക് ക്ലബ്ബ് അതുപോലത്തെ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാറ് പോലത്തെ സ്ഥലങ്ങളിൽ പരസ്യമായിട്ടായിരുന്നു അവർ ആണ് പെണ്ണ് തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇനിയും ഭൂമിയിൽ ഉണ്ടായാൽ അള്ളാഹു അവർക്ക് സദൂം ഗൊമറ എന്നൊക്കെ പറയുന്ന ആ സമുദായത്തിന് വരുത്തിയ അതേ ശിക്ഷകൾ ഇവിടെയും വീണ്ടും ആവർത്തിക്കും എന്നും ഒരു താക്കീതുണ്ട്. അവരുടെ മേളിൽ പൈശാചികതയും മഴയും പെയ്തു എന്നാണ് പറയുന്നത്. അത് കല്ലുകൊണ്ടുള്ള മഴയും അതിഭയങ്കരമായ വേറെ ശിക്ഷകളൊക്കെ വന്നിട്ടുണ്ട്. അത്രയധികം ശിക്ഷകൾ വേറെ ഒരു സമുദായത്തിനും വരുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്ന സന്ദർഭം പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയാം, നിങ്ങളെ പരിചയമില്ലല്ലോ എന്നുള്ള രീതിയിൽ, അതായത് ഇതിനു മുമ്പ് കാണാത്ത ഈ നാട്ടുകാരില്ലാത്ത ആളുകൾ നിങ്ങളിവിടെ നിൽക്കരുത്, ഇവിടുത്തെ ചീത്തയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ സമൂദിലേക്ക് സ്വാലിഹിനെ അയച്ചു. പാറക്കൂട്ടങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളായിരുന്നു. അത് വലിയ മലകൾ തുരന്ന് വീടുണ്ടാക്കി പല നിലകൾ മലകളിലുണ്ടാക്കിയിരുന്ന ആളുകൾ. പാറക്കൂട്ടങ്ങളിലായിരുന്നു ജീവിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നത്. അവർ അദ്ദേഹത്തെ നിരസിച്ചു. യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മരണത്തെ പറ്റി പറയുന്നു. അദ്ദേഹം മരിക്കാറായപ്പോഴത്തേക്ക് മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, നിങ്ങൾ ആരാധിക്കും, അല്ലാതെ വേറെ ആരെ ആരാധിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. യൂസുഫും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും, അതായത് അൽ അസ്ബാത്ത് എന്ന് പറയുന്നൊരു വാക്കുണ്ട് 12-ാം സൂറത്ത് യൂസുഫിൽ. അവരെല്ലാം അടയാളങ്ങളാവുന്നു. അതായത് തെളിവുകൾ, അടയാളങ്ങൾ, പാഠങ്ങൾ, വെളിപാടുകൾ. ചോദിക്കുന്നവർക്ക് ഇതിലെല്ലാം തെളിവുണ്ട്. അതിലൊക്കെയുള്ളൊരു കഥ എന്ന് പറയുന്നത്, പ്രവാചകൻ്റെ മക്കൾ സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ മനുഷ്യൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പ്രവാചകൻ്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നാണക്കേട്, കാരണവർക്കും വീട്ടുകാർക്കും ബാക്കി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഒന്നാമത് പ്രേമം, അതുപോരാത്തതിന് കൊലപാതകിയുടെ വാപ്പ തെറ്റ് ചെയ്ത ആളാണ്, ബാക്കിയുള്ളവരെ കുടുംബക്കാരെ നാണം കെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്യാത്തവരെ ഉപദ്രവിക്കാതിരിക്കുക. ജയിൽ പുള്ളി, ഇന്നത്തെ രീതിയിലാണെങ്കിൽ കൊലപാതകം ചെയ്ത ആൾ ജയിലിലായിരിക്കും. അപ്പോൾ ജയിൽ പുള്ളിയുടെ വാപ്പ അല്ലെങ്കിൽ ജയിൽ പുള്ളിയുടെ പെങ്ങൾ പോണു, ആങ്ങള പോണു, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരെ കാണുക. അതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ 10 പേര് കൊലപാതകികളാണ്. ഒരാൾ ഉപ്പിച്ചില്ലാത്ത കൊച്ചിനെ പിടിച്ച് കിണറ്റിലിട്ടിട്ട് കൊല്ലാൻ നോക്കിയിട്ട് പോകുന്നു. എന്നിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അടിമയായി ജീവിക്കുന്നു, കൊട്ടാരത്തിൽ ജീവിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഭരണം എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അള്ളാഹു തയ്യാറെടുപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പല പരീക്ഷണങ്ങൾ, ജയിലിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരിയാവുന്നു. അപ്പോൾ സഹോദരന്മാർ അവിടെ ചെല്ലുന്നു അരി മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറെ ഗതിയൊന്നുമില്ല. ഗോതമ്പ് അരി എന്താണോ അത്, അന്നത്തെ കൃഷി. നാട് മുഴുവൻ വരൾച്ച, 7 കൊല്ലം നല്ല സമ്പത്ത്, 7 കൊല്ലം ഭയങ്കര വരൾച്ച. അപ്പോൾ അയൽ രാജ്യങ്ങളിലൊക്കെ പട്ടിണിയും പരിവട്ടമാണ്. ഈജിപ്തിൽ മാത്രം മാന്യമായ ആളുകൾ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് റേഷൻ മേടിക്കാൻ വരുന്നു. അങ്ങനെ കണ്ടുമുട്ടുന്നു, ഒരു മാപ്പ് പറയുന്നു, യാക്കൂബ് അലൈഹി ഇസ്ലാമിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ആ കഥ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരും തെറ്റ് ചെയ്യും, അല്ലാതെ വലിയ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ വലിയ വീട്ടിലുള്ളവർ, കാശുകാർ തെറ്റ് ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യും. പാവങ്ങളും തെറ്റ് ചെയ്യും, പണക്കാരും തെറ്റ് ചെയ്യും, കുടുംബക്കാരും തെറ്റ് ചെയ്യും, പാവപ്പെട്ടവരും തെറ്റ് ചെയ്യും. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.